സഹോദരങ്ങളെ, ഖബർ ശിക്ഷ അധികവും മൂത്രത്തിൽ നിന്ന് വെടിപ്പാകാത്തതിനാലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ഒരു ഷർത്താണ് ശരീരത്തിലോ വസ്ത്രത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് ഉണ്ടാകരുത് എന്നുള്ളത്. നിസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കാനുള്ള ഒരു ഷർത്തല്ലത്. അതിനാൽ നജസിനെ സൂക്ഷിക്കാത്തവൻ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയവനാണ്. നജസിനെ സൂക്ഷിക്കാതെ നമസ്കരിച്ചവൻ അവൻ എന്താണ്? അവൻ നമസ്കാരം ശരിയായിട്ടില്ല, അവൻ നമസ്കാരത്തിൽ വിധം ഒരു ഷർത്ത് നഷ്ടപ്പെടുത്തി. അത് ഏതാ ഷർത്ത്? ശരീരത്തിലും വസ്ത്രത്തിലും നമസ്കരിക്കുന്ന സ്ഥലത്തും നജസ് ഉണ്ടാകരുത്. ആ ഷർത്ത് നഷ്ടപ്പെടുത്തിയവന്റെ വിഷയമാണ് ഇത്രമേൽ എവിടെ ഖബറിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നു. ഇത്രമേൽ ഗൗരവമാണെങ്കിൽ നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ എന്താ? നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമായിരിക്കും നമ്മൾ ആലോചിക്കണ്ടേ. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെയും ഇടയിലുള്ള ഒരു ഇടത്താവളമാണ് ബർസഖ് അഥവാ ഖബർ ജീവിതം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തിനും കർമ്മത്തിനും അനുസരിച്ച് ഈ ഒരു കാലയളവിൽ അഥവാ ബർസഖിയായ ജീവിതത്തിൽ രക്ഷശിക്ഷകൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കും. അത് ഖബറിൽ മറമാടപ്പെട്ട ആളുകളാണെങ്കിലും, അതല്ല അഗ്നിയിൽ ഹോമിക്കപ്പെട്ടവരാണെങ്കിലും, വന്യജന്തു ജീവജാലങ്ങൾ കടിച്ചു തിന്നവയാണെങ്കിലും, മത്സ്യങ്ങൾ വിഴുങ്ങിയവരാണെങ്കിലും എല്ലാവരും ഖബറിലെ രക്ഷയും ശിക്ഷയും അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കും ബർസഖി ലോകത്തുള്ളത്. അത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഇജ്മാഉം കൃത്യമായി ഖബർ ശിക്ഷയുണ്ട് എന്ന് അവിടുന്ന് ബോധ്യപ്പെടുത്തി തന്നതാണ്. വിശുദ്ധ ഖുർആൻ ഫിർഔനിനും കൂട്ടർക്കും ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിടത്തൊരു ആയത്ത് കാണാം. അന്നാറു യുഅറദൂന അലൈഹാ ഉദുവ്വൻ വഅശിയ്യ ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. النار يعرضون عليها അഥവാ ഫിർഔനിന്റെ സംഭവം അല്ലാഹു ഇങ്ങനെ വിശദീകരിക്കുന്നിടയിൽ അല്ലാഹു പറയാം, അവർക്ക് നരകം കാണിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. എപ്പോൾ? ഉദുവൻ വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും. അപ്പൊ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഫിർഔനിന്റെ ആളുകൾക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടും, കാണിക്കപ്പെടും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ് പറഞ്ഞു, വൽ ജുംഹൂറു അലാ അന്ന ഹാദൽ അർവ ഫിൽ ബർസഖ്, ഇത് ബർസഖി ലോകത്താണ് ഈ പ്രദർശിപ്പിക്കപ്പെടൽ എന്നുള്ളത്. അഥവാ മരണത്തിന്റെയും ഖിയാമത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഇടയിലുള്ള ഒരു കാലം, അതാണ് നമ്മൾ ഖബർ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ബർസഖിയായ ലോകം.
അവിടെയാണ് ഇതുള്ളത് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറഞ്ഞു. വീണ്ടും ഇമാം മുജാഹിദിനെ പോലെ അതുപോലെ തന്നെ യസ്രിബയെ പോലെയുള്ള ആളുകളൊക്കെ വിശദീകരിച്ചു. ഇത് ഖബർ ശിക്ഷയെ സംബന്ധിച്ചാണ് ഈ ആയത്ത് അറിയിക്കുന്നത് എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ പറഞ്ഞ മുഫസ്സിറുകളൊക്കെ അവിടുന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൗലാ അല്ലാ തദാഫനു, നിങ്ങൾക്ക് മറമാടേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ, അഥവാ നിങ്ങൾ പരസ്പരം മരണപ്പെട്ടാൽ മറമാടേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ, ലദഅവതുല്ലാഹ, അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കും, അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ, അതാ ഖബർ ശിക്ഷ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുവാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന്. നിങ്ങൾ പരസ്പരം മറമാടപ്പെടുന്നത് കൊണ്ടാണ് അത് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തത്. നേരെ മറിച്ച് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ റബ്ബിനോട് ഖബറിലെ ശിക്ഷയെന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഇസ്ബാതു സവാബി വൽ ഇഖാബി ഫിൽ ബർസഖി മാ ബൈനൽ മൗതി ഇലാ യൗമിൽ ഖിയാമ ഹാദാ ഖൗലു സലഫ് വഅഹ്ലു സുന്നത്തി വൽ ജമാഅ വഇന്നമാ അൻകറ ദാലിക ഫിൽ ബർസഖി ഖലീലുൻ മിൻ അഹ്ലിൽ ബിദഅ. മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ ഖബറിൽ രക്ഷാശിക്ഷകൾ ലഭിക്കപ്പെടുമെന്ന് സലഫുകളും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തും അംഗീകരിച്ചു പോരുന്ന കാര്യമാണ്. എന്നാൽ അതിനെ എതിർത്തിട്ടുള്ളത് ഏതാനും ചില ബിദ്അത്തുകാരായ ബിദ്അത്തിന്റെ ആളുകൾ മാത്രമാണ് അതിനെ എതിർത്തിട്ടുള്ളത് എന്നാണ്. നമ്മുടെ നാട്ടിലും ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഖബർ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഖബറിൽ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഖബർ ശിക്ഷ എന്നാണ് കൂടുതൽ സ്ഥലങ്ങളിൽ, വിശുദ്ധ ഖുർആനിലാകട്ടെ പ്രവാചകന്റെ ഹദീസുകളിലാകട്ടെ പ്രമാണങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചു കാണാറുള്ളത് അദാബുൽ ഖബർ, ഖബറിന്റെ ശിക്ഷകൾ എന്നാണ്. കാരണം മനുഷ്യരിൽ അധിക പേരും അവിടെ പരീക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് അതിന്റെ കാരണം. എല്ലാവരും അവിടെ പരീക്ഷിക്കപ്പെടും. ആ ഖബർ ശിക്ഷ ആരാണ് അനുഭവിക്കുന്നത്? ഖബർ ശിക്ഷ അനുഭവിക്കുന്നത് ആത്മാവിനും ശരീരത്തിനും അതിന്റെ അനുഭവം ഉണ്ടാകും, റൂഹിനുമുണ്ടാകും, ജസദിനുമുണ്ടാകും. ദുനിയാവിലെ ജീവിതത്തിൽ നമ്മുടെ ബാഹ്യ ശരീരത്തിനാണ് പ്രഥമ സ്ഥാനമുള്ളത്. എന്നാൽ വിധിവിലക്കുകൾ ബാധകമാകുന്നതും ഈ പ്രഥമ ശരീരത്തിനാണ്. എന്നാൽ ആത്മാവ് ശരീരത്തിന്റെ വിധികളെ പിന്തുടരുകയാണ് ചെയ്യുന്നത് ദുനിയാവിൽ. എന്നാൽ ബർസഖി ജീവിതത്തിൽ, ഖബർ ജീവിതത്തിൽ റൂഹ് അഥവാ ആത്മാവിനാണ് പ്രഥമ വിധി, റൂഹിനാണ് ആദ്യത്തെ വിധി. സുഖങ്ങളും അതുപോലെ തന്നെ ശിക്ഷാ നടപടികളും പ്രഥമമായി ആത്മാവിനാണ് അനുഭവപ്പെടുക. ശരീരം അതിനെ തുടർന്ന് വരുന്നത് മാത്രമായിരിക്കും അതിന്റെ വിധിയായി വരിക. എന്നാൽ ശരീരത്തിനും ആത്മാവിനും തത്തുല്യമായ സുഖാനുഭൂതികൾ അനുഭവിക്കുകയും അതുപോലെ തന്നെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് അത് ഉയർത്തെഴുന്നേൽപ്പിന് നാളിന് ശേഷമുള്ള പരലോക ജീവിതത്തിലാണ്. പരലോകത്താണ് രണ്ടും ഒരുമിച്ച് സുഖങ്ങളും അതുപോലെ തന്നെ ശിക്ഷകളും അനുഭവിക്കുക. എന്നാൽ ഖബർ ശിക്ഷ സത്യനിഷേധികളായ ആളുകൾക്ക് മാത്രമുള്ളതല്ല, അവർക്ക് മാത്രമാണ് ഖബർ ശിക്ഷ ഉണ്ടാകുക എന്നുള്ളതല്ല. മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില തെറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചില പാപങ്ങൾ സംഭവിക്കുന്ന ആളുകൾക്കും അല്ലാഹു നിയമമാക്കിയിട്ടുള്ളതാണ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്കും ഈ ഖബർ ശിക്ഷയുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം അങ്ങനെയാണ് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന പാപങ്ങൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെ ഖബർ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും? ഖബർ ശിക്ഷയുടെ കാരണങ്ങൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുഫറും അതുപോലെ തന്നെ അവിശ്വാസവും ശിർക്കും അജ്ഞതയും അക്രമവും അതുപോലെ തന്നെ അനീതിയും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അവിശ്വാസവും ഒക്കെയാണ് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞാൽ. എന്നാൽ ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ചില പ്രത്യേക കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്, ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾക്ക്
തൗഹീദ്, ശിർക്ക് എന്നൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ കുറെ കാലമായല്ലോ കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇത് മനസ്സിലാക്കിയ കാര്യമാണല്ലോ. വീണ്ടും ഇത് ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ അരോചകം പല ആളുകൾക്കും ഉണ്ടാകും. പക്ഷെ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. കാരണം ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ഖബർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അക്രമികളുടെ മരണത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നു. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി, മരണത്തിന്റെ സന്ദർഭങ്ങളിൽ അക്രമികളായ ആളുകളെ നിനക്ക് കാണുവാൻ സാധിക്കും. അവർ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ആ മരണത്തിന്റെ സക്രാത്തിൽ മൗത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന അവസ്ഥ. വൽ മലായികതു ബാസിതു അലൈഹി ബാസിതു ഐദീഹിം, മലക്കുകൾ അവരിലേക്ക് അവരുടെ കരങ്ങൾ നീട്ടും. എന്നിട്ട് ആ അക്രമികളായ ആളുകളോട് പറയുന്ന അഖ്രിജു അൻഫുസകും, നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങളൊന്ന് പുറത്തേക്ക് വിടുവീൻ, അതൊന്ന് പുറത്തു കൊണ്ടുവരുവീൻ. എന്തിനാണ്? അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ നിസാരമായ ശിക്ഷ അവരെ അനുഭവിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇന്നതിന്. ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യായമായത് പറഞ്ഞതിന്റെ പേരിലും, അതുപോലെ തന്നെ വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ വ്യാജമാക്കുകയും അഹങ്കരിച്ച് പിന്മാറിക്കളയുകയും ചെയ്തത് കാരണത്താലാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ കാര്യമുണ്ട്. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ അവർക്ക് പ്രതിഫലമായി നൽകപ്പെടുന്ന ഈ ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് അത് ഖബർ ശിക്ഷയാണ് എന്നാണ്. ഖബറിലെ ശിക്ഷയാണത് എന്നാണ്. ഖബറിൽ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. നോക്കൂ നിങ്ങൾ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം പറയാൻ, ബൈനമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹായിത്തിൽ ലിബനി നജ്ജാർ അലാ ബഖലത്തിൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ നജ്ജാർ ഗോത്രത്തിന്റെ ചുറ്റുമതിൽ, ആ ചുറ്റുമതിലിന്റെ അരികിലൂടെ തന്റെ കോവർ കഴുതയുടെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ യാത്ര പോവുകയാണ്, സഞ്ചരിക്കുകയാണ്. വനഹനു മഅഹു, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. സ്വഹാബത്ത് പറയാ, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്, നബിയോടൊപ്പമുണ്ട്. അങ്ങനെ ബനൂ നജ്ജാർ ഗോത്രത്തിന്റെ മതിലിനരികിലൂടെ അങ്ങനെ കോവർ കഴുതയുടെ പുറത്തായി റസൂൽ തന്നെ നടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോ ഇത് ഹാദത്ത് ബിഹി സഖാദത്ത് തുൽഖീഹി, അദ്ദേഹത്തിന്റെ കോവർ കഴുത അതിങ്ങനെ തുള്ളിച്ചാടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിന്റെ പുറത്ത് നിന്ന് വീഴാറുമാണ്. റസൂലുള്ളാഹിയെ താഴോട്ട് തള്ളിയിടുമാണ്. ആ കഴുത വിറകിലോട്ട് ഇങ്ങനെ ചാടുകയാണ്. ആ സമയത്ത് ഫൈദ അക്ബറുൻ സിത്തത്തുൻ ഔ ഖംസത്തുൻ ഔ അർബഅത്തുൻ, അവിടെ അതാ ഒന്നില്ലെങ്കിൽ 4, അതല്ലെങ്കിൽ 5, അതല്ലെങ്കിൽ 6 ഖബറുകൾ അവിടെയുണ്ട്. ആ സ്ഥലത്ത് 4, 5, 6 ഖബറുകൾ അവിടെ കാണാം. അത് കണ്ടിട്ടാണ് റസൂലുള്ളാഹിന്റെ ആ ഓവർക്ക് ഇതങ്ങൾ പുറകോട്ട് ചാടുന്നത്, റസൂലുള്ളാഹിനെ വീഴ്ത്താൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അഖ്ബർ, ഈ ഖബറുകളിലുള്ളവരെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഈ ഖബറിലുള്ള ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആരും അവരുടെ കൂട്ടത്തിൽ ഫഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു, അന, എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, ഫമതാ മാത ഹഉലായി, ഇക്കൂട്ടരെ എങ്ങനെയാണ് മരണപ്പെട്ടത്? മരിക്കുമ്പോഴുള്ള ഇക്കൂട്ടരുടെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഫമാതു ഫിൽ ഇശ്റാഖ്, അവർ ശിർക്കിലായിക്കൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവര് മുസ്ലിമീങ്ങളാകുന്നതിന് മുമ്പ് ബഹുദൈവ വിശ്വാസികളായി അള്ളാഹുവിൽ പങ്കു ചേർത്തവരായി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ മറുപടി പറഞ്ഞു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഉമ്മത തുബ്തല ഫീ ഖുബൂരിഹാ, തീർച്ചയായും ഈ ഉമ്മത്ത്, ഈ സമുദായം, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്, ആ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഖബറിൽ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത്, ഫലൗലാ അല്ലാ തദാഫലു ലദഅതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബരി അല്ലദീ അസ്മഉ മിൻഹു, ഞാനെങ്ങാനും നിങ്ങൾ മറമാടപ്പെടില്ലായിരുന്നുവെങ്കിൽ ഖബറിലുള്ള ശിക്ഷകളെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സുമ്മ അഖബല അലൈനാ ബിവജ്ഹിഹി, റസൂലുള്ളാഹി അഭിമുഖമായി
ഞങ്ങൾക്ക് മുഖത്തോട് മുഖം നിന്ന് റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞു, തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ ശരണം തേടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് ശിർക്ക് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി തള്ളേണ്ടതല്ല. ശാശ്വതമായ നരകമുള്ളതിനെ മുമ്പ് ബർസഖിയായ ലോകത്ത് തന്നെ, ആ ബർസഖിൽ വെച്ച് തന്നെ നരക ഖബർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു പാപമാണ് ശിർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിലൂടെ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിനെ കൃത്യമായി ഉൾക്കൊള്ളുകയും ശിർക്ക് വിശ്വാസങ്ങളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന്, നമ്മുടെ സംസാരങ്ങളിൽ നിന്ന്, റബ്ബിൽ തവക്കുലാക്കുന്നതിൽ നിന്ന് എല്ലാ രംഗത്തും അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കാനും അവരെ മാത്രം ഇബാദത്ത് ചെയ്യാനും വിശ്വാസികളായി നമുക്ക് സാധിക്കണം. ശിർക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ഖബർ ശിക്ഷയ്ക്ക് ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം നിഫാഖാൻ, കാപഢ്യം എന്നുള്ളത്. നിഫാഖ് ഉണ്ടായാൽ ഖബർ ശിക്ഷയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാ മദീനക്കാരെ കുറിച്ച്, ആറാബികളെ കുറിച്ചൊക്കെ, വമിമ്മൻ ഹൗലകും മിനൽ അഅറാബി മുനാഫിഖൂന വമിൻ അഹ്ലിൽ മദീനതി മറദു അലൻ നിഫാഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നിനക്ക് ചുറ്റുമുള്ള ഈ ഗ്രാമീണരായ അറബികളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ മുനാഫിഖീങ്ങളുണ്ട്, കപട വിശ്വാസികളുണ്ട്. വമിൻ അഹ്ലിൽ മദീന, മദീന നിവാസികളുടെ കൂട്ടത്തിലും കപട വിശ്വാസികളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? മറദ്ദു അലൻ നിഫാഖ്, അവർ കാപഢ്യത്തിൽ ഉറച്ച് അതിലങ്ങോട്ട് മുരടിച്ചു പോയ ആളുകളാണ് മദീന നിവാസികരായ ആളുകൾ. അങ്ങനത്തെ ആളുകളും അവരുടെ കൂട്ടത്തിൽ നിനക്ക് ചുറ്റുമുണ്ട്. എന്നിട്ട് അല്ലാഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, ലാ തഅലമുഹും നഹ്നു നഅലമുഹും, നിനക്കവരറിയില്ല, അവരാരാണെന്ന് നിനക്കറിയില്ല, പക്ഷേ നമുക്കറിയാം അവരാരാണെന്ന്. ആരാണ് ആ മുനാഫിഖീങ്ങൾ? നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സനുഅദ്ദിബഹും മറത്തൈനി, 2 പ്രാവശ്യം നാം അവരെ ശിക്ഷിക്കും. സനുഅദ്ദിബഹും മറത്തൈൻ, അവരെ നാം 2 പ്രാവശ്യം ശിക്ഷിക്കും. ثم يردون الى عذاب عظيم, പിന്നെ അവരെ നാം ഏറ്റവും വമ്പിച്ച ശിക്ഷയിലേക്ക് അവരെ നാം കൊണ്ടുപോവുകയും ചെയ്യും. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞൊരു വാചകം എന്താ? സനുഅദ്ദിബഹും മറത്തൈൻ എന്നാണ്. 2 പ്രാവശ്യം നാം അവരെ ശിക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ അവിടുന്ന് വിശദീകരിച്ചു, അതിലൊന്ന് ഖബറിലെ ശിക്ഷയാണ്, മറ്റൊന്ന് ദുനിയാവിലെ ശിക്ഷയാണെന്നാണ്. അല്ലെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ ഊലാ ഇഖാമത്തുൽ ഹുദൂദി അലൈഹി, ദുനിയാവിൽ വെച്ചുകൊണ്ട് അവർക്ക് നേരെയുള്ള ശിക്ഷാ നടപടികളാണ്. നിഫാഖിന്റെ അഥവാ മുനാഫിക്കായുള്ള ശിക്ഷ അതെന്താണ്? അവനെ കൊന്നുകളയുക എന്നുള്ളത്, അവനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത്, അത് ദുനിയാവിൽ വെച്ചാണ്. വല്ലുഖറാ അദാബുൽ ഖബർ, മറ്റേ രണ്ടാമത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ഖബർ ശിക്ഷയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അത് വിശദീകരിച്ചു തരികയും ചെയ്തു. അതാണ് സനുഅദ്ദിബുഹും മറത്തൈൻ, മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. അപ്പൊ നിഫാഖുള്ള മുനാഫിക്കുകളായ ആളുകൾക്കും നാളെ ഖബറിൽ ശിക്ഷയുണ്ട്, ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് അവിടുന്ന് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയോ മൂന്നാമത്തെയും നാലാമത്തെയും കാര്യം ഒരൊറ്റ ഹദീസില്ല, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, മൂത്രമൊഴിക്കുമ്പോൾ ശരിയായ രൂപത്തിൽ മനോഹരിക്കാതിരിക്കുകയും അതുപോലെ തന്നെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതോടൊപ്പം ആ ഹദീസിൽ തന്നെ നമീമത്ത് പറയുക, ഏഷണി പറയുക എന്നുള്ളത്. അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറയാണ്, മർറ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖബറൈനി, നബി 2 ഖബറിനരികിലൂടെ നടന്നുപോയി. 2 ഖബറിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുപോയി. ആ സമയത്ത് ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാനി, ഈ 2 ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു. അള്ളാഹുവിന്റെ റസൂലിന് വഹയിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്, പ്രത്യേകതയാണ്. ഇതാ ഈ ഖബറിലുള്ള 2 ആളുകളും ശിക്ഷിക്കപ്പെടുന്നു എന്ന് റസൂൽ വീണ്ടും പറഞ്ഞു, വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, അവര് വലിയ വൻപാപങ്ങൾ ചെയ്തത് കാരണത്താലല്ല, വലിയ വലിയ തെറ്റുകൾ ചെയ്ത കാരണത്താലല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അള്ളാന്റെ അടുക്കൽ ഗൗരവമുള്ളതാണ്. ദുനിയാവിൽ നിന്ന് വലിയ തെറ്റ് ചെയ്തത് കൊണ്ടല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ള തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്താണത് എന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു. അമ്മാ അഹദുഹുമാ, അവരിൽ ഒരാൾ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ,
അവൻ മൂത്രയിക്കുന്ന സമയത്ത് മറ സ്വീകരിക്കുകയില്ല. ഒന്നാമത്തെ മായന തന്നെയാണ്. മൂത്രയിക്കുമ്പോൾ മറ സ്വീകരിക്കുക എന്നുള്ളത് അത് അവൻ സ്വീകരിക്കാറില്ല. രണ്ടാമത്തെ ഈ ഹദീസിന്റെ അർത്ഥം, രണ്ടാമത്തെ അർത്ഥം എന്താണ്? മൂത്രയിച്ചാൽ ശരിയായ രൂപത്തിൽ വൃത്തിയാക്കാതിരിക്കുക, മനോഹരിക്കാതിരിക്കുക. അഥവാ നജസ് അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും ആകാൻ പാടില്ലല്ലോ. അങ്ങനെയുള്ള ഞാൻ പറയുന്നത് നമസ്കാരം സ്വീകരിക്കപ്പെടില്ലോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യസ്തതിറു മിനൽ ബൗൽ, അവൻ മൂത്രയിക്കുമ്പോൾ മറ സ്വീകരിക്കുകയില്ല. അതല്ലെങ്കിൽ മൂത്രമൊഴിച്ചാൽ ശരിയായ രൂപത്തിൽ മനോഹരിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യില്ല. അതാണ് അവൻ ചെയ്ത ഒരു പാപം, ഒരാൾ ചെയ്തത്. രണ്ടാമത്തത് വഅമ്മൽ-ആഖർ, മറ്റേ ആള്, അയാൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താ? ഫകാന യംശി ബിൻ-നമീമ, അയാൾ ആളുകൾക്കിടയിൽ നമീമത്ത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഖബർ ശിക്ഷ അധികവും മൂത്രത്തിൽ നിന്ന് വെടിപ്പാകാത്തതിനാലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ഒരു ഷർത്താണ് ശരീരത്തിലോ വസ്ത്രത്തിലോ നമസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് ഉണ്ടാകരുത് എന്നുള്ളത്. നിസ്കാരം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കാനുള്ള ഒരു ഷർത്തല്ലത്. അതിനാൽ നജസിനെ സൂക്ഷിക്കാത്തവൻ നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയവനാണ്. നജസിനെ സൂക്ഷിക്കാതെ നമസ്കരിച്ചവൻ അവൻ എന്താണ്? അവൻ നമസ്കാരം ശരിയായിട്ടില്ല, അവൻ നമസ്കാരത്തിൽ വിജയം. ഒരു ഷർത്ത് നഷ്ടപ്പെടുത്തിയത്, ഏതാ ഷർത്ത്? ശരീരത്തിലും വസ്ത്രത്തിലും നമസ്കരിക്കുന്ന സ്ഥലത്തും നജസ് ഉണ്ടാകരുതെന്ന്. ആ ഷർത്ത് നഷ്ടപ്പെടുത്തിയവന്റെ വിഷയമാണ് ഇത്രമേൽ എന്ത് ഖബറിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നു. ഇത്രമേൽ ഗൗരവമാണെങ്കിൽ നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ എന്താ? നമസ്കാരം തന്നെ ഉപേക്ഷിക്കുന്നവന്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമായിരിക്കും? നമ്മൾ ആലോചിക്കണ്ടേ? ചിന്തിക്കേണ്ട കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വസ്ത്രം വല്ലാതെ ഇറുകിയ വസ്ത്രം ധരിച്ചിട്ടാണെങ്കിൽ, ആ ധരിച്ച കാരണത്താൽ നിന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും മൂത്രമൊഴിക്കുന്ന സമയത്ത് ശരീരത്തിലും അതുപോലെ വസ്ത്രത്തിലും മൂത്രത്തിന്റെ അംശങ്ങൾ, അതിന്റെ കണികൾ തെറിക്കാതെ കൃത്യമായി വിസർജനം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഖബർ ശിക്ഷയെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ്. അതാണ് ഒന്നാമത്തെ. അതുകൊണ്ട് മൂത്രമൊഴിച്ചാൽ ശരിയായ രൂപത്തിൽ മനോഹരിക്കുക. പല ആളുകൾക്കും അതൊരു രോഗം, മൂത്രവാർച്ചാർ രോഗം തന്നെ ഉണ്ട്. അതിന് ഇസ്ലാമിന് പ്രതിവിധികളുണ്ട്, ഉണറുകളുണ്ട്. അതൊക്കെ അതിന് ചികിത്സകളുമുണ്ട്. അതൊക്കെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യും. പക്ഷേ അത് കൃത്യമായി മനോഹരിക്കുക, അല്ലെങ്കിൽ ഖബർ ശിക്ഷിക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. രണ്ടാമത്തെ ആളാരെ കുറിച്ചാണ് പറഞ്ഞത്? ഏഷണി പറഞ്ഞു നടക്കുന്നവൻ, നമീമത്ത് പറഞ്ഞു നടക്കുന്നവനെ. നമീമത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റുള്ളവർക്കിടയിൽ അവരെ പരസ്പരം അകൽച്ചയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. അതാണ് ഏഷണി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഉദാഹരണമായി പറയാൻ, ഒരാളുടെ സംസാരം മറ്റൊരാളിലേക്ക് എത്തിക്കുന്നു. അത് അവർ രണ്ടുപേരും അകലാൻ, ശത്രുതയിലാകാൻ കാരണമാകുന്നു. അങ്ങനെ ഒരു സംസാരം ഒരുപക്ഷെ ഒന്നാമത് പറഞ്ഞ ആളത് വളരെ സ്വകാര്യമായി പറഞ്ഞതേക്കാം, സ്വകാര്യമായി പറയാം. എന്നാൽ ഒരാൾ സ്വകാര്യമായി പറഞ്ഞ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അയച്ചു തന്ന സന്ദേശങ്ങൾ അത് നമ്മൾ അറിയാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് പറയുമ്പോൾ അതിലൂടെ എന്തുണ്ടാകുന്നു? ആ ആളുകൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാകുന്നുവെങ്കിൽ അതും ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന ഒരു പാപമാണ്, നമീമത്താണ്, ഏഷണിയാണ് എന്ന് ഇസ്ലാം കൃത്യമായി ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകളിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമേറിയ അത്തരത്തിലുള്ള തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന 4 പാപങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനം, അതെന്താ? കളവ് പറയുക എന്നുള്ളത്. കളവ് പറയുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. അത് ഖബർ ശിക്ഷയ്ക്കും പരലോക ശിക്ഷയ്ക്കും കാരണമാകും. സുമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതിലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബി സ്വപ്നത്തിൽ കാണാം, മലക്കുകൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ശിക്ഷകൾ, ചില ആളുകൾക്കുള്ള ശിക്ഷകൾ കാണാം, പലതുണ്ട്. അതിൽ ഒന്നാമത്തത് ഈ കളവ് പറയുന്നതുമായി ബന്ധപ്പെട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫൻതലഖനാ അതൈനാ അലാ റജുലിൻ മുസ്തലിഖിൻ ലിഖഫാഹു വഇദാ ആഖറു ഖായിമുൻ അലൈഹി ബികല്ലൂബിൻ മിൻ ഹദീദ്. ഞങ്ങളെ അഥവാ എന്നെ കൊണ്ടുവരും, ഞങ്ങൾ ഇങ്ങനെ പോയി, അഥവാ റസൂലുള്ളാഹിനെ മലക്കുകൾ കൊണ്ടുപോവുകയാണ്, യാത്രയിലാണ്. നബി സ്വപ്നത്തിൽ ഇങ്ങനെ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കുറെ സ്വപ്നങ്ങളുണ്ട് വഹീന്റെ അടിസ്ഥാനം. അങ്ങനെ ഞങ്ങളൊരു ആളെടുത്തെത്തി. ഒരാളിങ്ങനെ ഭൂമിയിൽ കടക്കുന്നു. അയാളുടെ പിരടി നിലത്ത് പതിച്ച് കിടക്കാണ്. അതിന്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ അടുത്ത് നല്ല ഇരുമ്പിന്റെ കൊളുത്തുണ്ട്. ഒരു ഇരുമ്പിന്റെ കൊളുത്തുമായി അയാൾ ഇങ്ങനെ അവിടെ അതിന്റെ മുന്നിൽ, അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഈ കിടക്കുന്ന ആളെ നിൽക്കുന്ന ഇരുമ്പ് കൊളത്തുകൊണ്ട് അയാളുടെ കവിളിലൂടെ, ഒരു ഭാഗത്തുനിന്ന് കവിളിലൂടെ കൊളത്തിട്ട് ഇങ്ങനെ വലിക്കുന്നു, മൂക്കിലൂടെ കൊളത്തിട്ട് വലിക്കുന്നു, കണ്ണിലൂടെ കൊളത്തിട്ട് വലിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്തും അത് ചെയ്യുന്നു. അടുത്ത ഭാഗത്ത് ചെയ്യുമ്പോഴേക്ക് ആദ്യത്തെ ഭാഗം പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യുന്നു. ആദ്യ ഭാഗത്ത് ചെയ്തതുപോലെ രണ്ടാം ഭാഗത്തും ചെയ്യുന്നു. പക്ഷേ അഥവാ ആദ്യം ചെയ്തതുപോലെ വീണ്ടും ആവർത്തിക്കുന്നു, ഇങ്ങനെ കുളത്തിട്ട് വലിച്ച് ഇങ്ങനെ കീറാണ്. അപ്പൊ റസൂലുള്ളാഹി കണ്ടപ്പോ ഖുൽതു സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാ, മഹാദാനി, ഈ രണ്ട് മനുഷ്യന്മാരാരാ, ഈ രണ്ടാളുകൾ ആരാ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ആ മനുഷ്യന്മാരെ കുറിച്ച് മലക്കുകൾ അറിയിച്ചു കൊടുക്കാൻ, ഇന്നഹു റജുൽ, ആ മനുഷ്യനൊരു മനുഷ്യനാണ്. എന്താണ്? യഖദു മിൻ ബൈതിഹി, അവൻ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും. എന്നിട്ടതാ അവൻ ചക്രവാളങ്ങൾ മുട്ടുമാറെ അവൻ കളവുകൾ ഇങ്ങനെ പടച്ചുവിടും. കളവ് ഇങ്ങനെ പറയും. ഒരു കളവെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചക്രവാളങ്ങൾ മുട്ടുവാളും, അഥവാ എല്ലാവർക്കും അത് വ്യാപിപ്പിക്കുന്ന രൂപത്തിൽ അവരിങ്ങനെ കളവ് പറയുന്ന മനുഷ്യനാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തരികയാണ്. നോക്കൂ നിങ്ങൾ, ആ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തി അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് എന്നിട്ട് നാടുകളിൽ വ്യാപിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാപിക്കുന്ന ഒരു കളവ് പടച്ചുവിടുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ മനുഷ്യന്റെ ശിക്ഷയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത് എന്നാണ്. എങ്കിലും സഹോദരങ്ങളെ, ഇന്ന് നാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെ? വ്യാപകമായി ഈ കാലഘട്ടത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കളവ് ലോകത്ത് പരക്കാൻ വെറുതെ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെ? എത്ര പെട്ടെന്നാണ് സോഷ്യൽ മീഡിയകളിലൂടെ പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്, പല വാർത്തകളും നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ ആ വാർത്തകളുടെ സ്രോതസ് എന്താണ്? അത് സത്യസന്ധമായ വാർത്തയാണോ അതല്ല കളവാണോ പ്രചരിപ്പിക്കുന്നത് എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ ലോകത്ത് മുഴുവൻ ആ കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. ആ കളവ് ആളുകൾക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറയലല്ല, നമ്മുടെ കൈകളിലുള്ള മൊബൈലുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ എത്രത്തോളം കളവുകളാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. എന്തായിരിക്കും അവരുടെ അവസ്ഥ? ആലോചിക്കേണ്ടതില്ലേ? അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തിന്മകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും വിജയവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين اللهم دمر اعداءنا واعداء المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه واصحابه اجمعين
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.